ഗൈസ് വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റീരിയൽസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് കൺസ്ട്രക്ഷൻ. ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ്. സോ അവിടെ ഇൻക്ലൂഡിങ് നമ്മൾ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബയോളജിക് പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ. അപ്പോൾ ഏതാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ ചാപ്റ്റർ പറയുന്നത്. സോ അവിടെ കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി, ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, എക്കണോമിക് കൺസിഡറേഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മെറ്റീരിയൽ സെലക്ഷനാണ്. ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങൾ നോക്കണം? കെമിക്കൽ ഫാക്ടേഴ്സ് നോക്കണം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ സാധനത്തിൽ ഒരു ഇതിലും കണ്ടാമിനേഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം സ്ട്രോങ് ആണോ, ആവശ്യത്തിനുള്ള മാസ് ഉണ്ടോ, വിയർ പ്രോപ്പർട്ടി ഉണ്ടോ, തേർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടോ, തേർമൽ എക്സ്പാൻഷൻ ഉണ്ടോ, ക്ലീനിങ് എളുപ്പമാണോ, സ്റ്റെറിലൈസേഷൻ എളുപ്പമാണോ, ട്രാൻസ്പെറൻസി ഉണ്ടോ. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആകണം. പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ട്രാൻസ്പെറൻറ്റ് ആവേണ്ട ആവശ്യമുണ്ട്. എക്കണോമിക് ഫാക്ടേഴ്സിലേക്ക് ഇനിഷ്യൽ കോസ്റ്റ്, മെയിൻ്റെനൻസ് കോസ്റ്റ് ആൻഡ് എക്സ്പെൻസുകൾ, അതുമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ കെമിക്കൽ ഫാക്ടേഴ്സ് നോക്കാം. അതിൽ പ്രൊഡക്റ്റ് കണ്ടാമിനേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇരുമ്പ് എന്ന് പറയുന്നത് കുറേ നാൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളർ മാറുന്നുണ്ട്, ഒരു ബ്രൗണിഷ് കളർ ആവും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇരുമ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യും, ആൽക്കലി പ്രൊഡക്റ്റുകൾ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ലീച്ച് ചെയ്തിറങ്ങാം. അത് ഏറ്റവും വലിയ, ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ ഏറ്റവും വലിയൊരു സൈഡ് എഫക്റ്റ് എന്നല്ല, ഒരു ഗ്ലാസ് കണ്ടെയ്നർ യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. പിന്നെ ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെ ഇനാക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി മെറ്റൽസൊക്കെ കണ്ടെയ്നിങ് എക്യുപ്മെൻറ്റ്സിലൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പെൻസിലിനൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനാക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് കണ്ടാമിനേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൊറോഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. സോ കൊറോസീവ് പ്രൊഡക്ട്സിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട് സ്ട്രോങ് ആസിഡ്, ആൽക്കലി, ഓക്സിഡൈസിങ് ഏജൻ്റ് ഒക്കെയാണ്. ഇതൊക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ മെറ്റീരിയൽസിൻ്റെ കൺസ്ട്രക്ഷനെയോ അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് ലൈഫിനെയോ കുറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് വേണ്ടി വരും. ലൈക്ക് കെമിക്കൽ പ്രോസസ്സൻസൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അലോയ് പോലുള്ള എലമെൻ്റൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നേക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടാമിനേഷൻ പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആൻഡ് കൊറോഷൻ ഓഫ് മെറ്റീരിയൽ, നമ്മുടെ പ്രൊഡക്റ്റിൽ കൊറോഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റിന് കൊറോഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യണം. ഈ കൊറോഷൻ നമുക്ക് സെപ്പറേറ്റ് ഒരു ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഈ സ്ട്രെങ്ത് ആണ്. ചില സമയങ്ങളിൽ നമുക്ക് സ്ട്രെങ്ത്, ഈവൻ ദോ അതിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ലൈക്ക് പ്രഷർ, സ്ട്രെങ്ത് ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ടാബ്ലറ്റ് പഞ്ച് അല്ലേ, അപ്പോൾ അതിന് ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഒരു ഫാക്ടറാണ്. രണ്ട്, മാസാണ്. ചില സമയത്ത് ലൈറ്റ് വെയ്റ്റിംഗ് മതിയുണ്ടാവും, ചില സമയത്ത് ഹെവി വെയിറ്റ് വേണ്ടി വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷനൊക്കെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു മാസ് മതിയായിരിക്കും അല്ലേ. ഇപ്പോൾ പ്ലാസ്റ്റിക്സ്, അലുമിനിയം ഒക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് എളുപ്പമാക്കും അല്ലേ. അപ്പോൾ മാസ് ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് വിയർ പ്രോപ്പർട്ടി ആണ്. ഒരു കാരണവശാലും തമ്മിൽ ഉരഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കഷ്ണം പോലും നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വീഴാൻ പാടില്ല. ദാറ്റ് മീൻസ് നമ്മുടെ അത്രയും പ്യൂറായ പ്രൊഡക്റ്റുകൾ നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിയർ പ്രോപ്പർട്ടീസ് സോഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ തമ്മിൽ ഉരഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇളകി നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറാമിക്, അയൺ ഗ്രൈൻഡിങ് സർഫസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് അതേഴ്സ് ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ്. തേർമൽ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ തേർമൽ കണ്ടക്ടിവിറ്റി എല്ലാത്തിനും ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഇവാപ്പറേറ്റേഴ്സ്, ഡ്രയേഴ്സ്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് തേർമൽ കണ്ടക്ടിവിറ്റി ആവശ്യമാണ്. ആ സമയത്ത് നമുക്ക് അയൺ, കോപ്പർ, ഗ്രാഫൈറ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പം ഇവാപ്പറേറ്റിംഗ് പാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ, ഒരു കുഞ്ഞ് പാനാണ്, നമ്മൾ തീ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് തേർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് നമ്മൾ വാങ്ങേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് തെർമൽ എക്സ്പാൻഷൻ ആണ്. സോ ഇവിടെ രണ്ട് രീതി നമുക്ക് പറയാൻ പറ്റും. സോ തെർമൽ എക്സ്പാൻഷൻ കൊണ്ട്
ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില സമയങ്ങളിൽ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയിരിക്കാം, നല്ല ചൂട് ആവശ്യമുള്ള, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു തേർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ ആവശ്യമുള്ള എക്യുപ്മെൻസുകളൊക്കെ ആയിരിക്കാം. ആ സമയത്ത് ഈ എക്യുപ്മെൻറ്റുകളുടെ ഷേപ്പോ സൈസോ ഒന്നും മാറിപ്പോകാൻ പാടില്ല. കാര്യം ഇത്രയും ചൂട് കിട്ടുന്നതല്ലേ, അപ്പോൾ ഒരു രീതിയിൽ അതിൻ്റെ ഷേപ്പോ സൈസോ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ലോ തേർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യും. ശ്രദ്ധിക്കണം, ലോ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഷേപ്പും ഡയമെൻഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കിംഗ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഫാബ്രിക്കേഷൻ, ക്ലീനിങ്, സ്റ്റെറിലൈസേഷൻ ആണ്. സോ ഫാബ്രിക്കേഷൻ ആയാലും സ്മൂത്ത് സർഫസ് ആയാലും ക്ലീനിങ്ങിനും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്റ്റെറിലൈസേഷൻ സമയത്ത് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, അതായത് ടെമ്പറേച്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ഇല്ലാണ്ട് നമ്മൾ കൊണ്ടുവെക്കുന്നു, അതിൻ്റെ ഷേപ്പ് മാറുന്നു, ഡിഫോമിറ്റി വരുന്നു, നമ്മളത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് പണ്ട് മുതലേ അറിയുന്ന കാര്യമാണ് മെറ്റൽസ് നമ്മൾ രണ്ടര ക്ലാസിഫൈ ആയിട്ടുള്ളത്, മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും. മെറ്റൽസ് എന്ന് വെച്ചാൽ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഒന്നും കൂടെ പറയാം, മെറ്റീരിയൽസ് ലൈക്ക് ഫെറസും നോൺ ഫെറസ് മെറ്റൽസും ആണ് ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുക. നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുക. സോ ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്ലാന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. സോ ഏതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഏത് ടൈപ്പ് മെറ്റലാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നോക്കുക. സോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടും. സോ നെക്സ്റ്റ് വേണം, ബൈ.